to examiner family. Yes. Adul Achu. 2 minutes late. I'm so sorry. Cheriya error. Okay. Okay. Good evening. Good evening. Evade Adulu മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. Good evening. Good evening. അതെ, അടുത്ത ആള്. Okay. Good evening. Good evening. നമുക്ക് മാർക്കറ്റ് ഈക്വിലിബ്രിയം മൈക്രോ ഇക്കണോമിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഈക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന്റെ മുന്നേ ഓക്കെ മിസ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. ഓക്കെ, ദ +2 എക്സാമിന് നമ്മുടെ +2 കോമേഴ്സ് ക്രാഷ് കോഴ്സ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡഡ് ചാപ്റ്റർ വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കും. അതേപോലെ എക്സാംസ്, ഷോർട്ട് നോട്ട്സ്, PYQ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കുക. ഇനി വേറൊന്നും കൂടി ഉണ്ട്. നമ്മുടെ +2 കോമേഴ്സ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് മിസ് പറഞ്ഞു ജ്വാല ബാച്ച് എന്നാണ്. ഇപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ബാച്ച് ഫീ കണ്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഉഷാറാണ് കേട്ടോ. ഓക്കെ, ബാച്ച് ഫീ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലും ജോയിൻ നൗ കണ്ടോ. ഇപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിൽ മക്കളെ ഇതിൽ ചോദിച്ച് അമൃത പ്രസന്റ്. ഓക്കെ, അമൃതക്കുട്ടി ഗുഡ് ഈവനിങ് മൈ ഡിയർ. അപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ട്. എനി ഡൗട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മക്കളെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം മാർച്ചിലാണ്, അതൊക്കെ അറിയാം. അതിന് മുന്നേ ഡിസംബറിൽ ഒരു എക്സാം ഉണ്ടെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ ഡിസംബർ എക്സാമിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് മൈക്രോ ഇക്കണോമിക്സിൽ നമുക്ക് തിയറി മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ 4ഉം 5ഉം ചാപ്റ്ററും മാക്രോയിലെ ആദ്യത്തെ 4 ചാപ്റ്ററും നമ്മുടെ സെക്കൻഡ് ടേമിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെ പേര് മിസ് പറഞ്ഞു, ദിസ് ഇസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം, ചാപ്റ്റർ നമ്പർ 5 ആണ് മക്കളെ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാർക്കാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റേജ്. ഓക്കെ, ഞാനും പ്രസൻറ്റ്, എല്ലാവരും പ്രസൻറ്റ്. ഗീതിക പ്രസൻറ്റ്, എല്ലാവരും ഉണ്ട്. ഓക്കെ, വെൽക്കം. Okay, now definition of market equilibrium. ചാപ്റ്ററിന്റെ പേര് മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്നാ. മക്കളെ, ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് അല്ല, വെറും ഈക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു സ്റ്റേബിൾ പോയിന്റാ. അതിനങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ തോന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. മാർക്കറ്റ് എപ്പോഴാണ് ഒരു ഈക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഒരു മാർക്കറ്റ് ഈക്വിലിബ്രിയത്തിൽ എത്തുക? ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും എന്താവണം? ഈക്വൽ ആവണം. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാർക്കറ്റ് ഈക്വിലിബ്രിയം. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽസ് quantity supply. This stage is known as what? This stage is known as our market equilibrium. അത് തന്നെ ഗീതിക കറക്റ്റ്. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർക്കറ്റ് ഈക്വിലിബ്രിയം. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഡിഫൈൻ മാർക്കറ്റ് ഈക്വിലിബ്രിയം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ക്വാണ്ടിറ്റി സപ്ലൈ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ ഈക്വൽസ് വാട്ട്? അയ്യോ ഒന്നുമില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞതാ. ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈക്വൽ കേട്ടോ. അപ്പോൾ ഒരു മാർക്കറ്റ് എപ്പോഴാണ് ഈക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ എന്താവണം? ഈക്വൽ ആവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ക്വാണ്ടിറ്റി സപ്ലൈ, ഞാൻ അംബ്രല്ല കൊട ഉണ്ടാക്കി. സപ്പോസ് ഞാനൊരു 1000 കൊടയാണ് ഉണ്ടാക്കിയത്. ദിസ് ഇസ് മൈ സപ്ലൈ. ആ 1000 കൊട ഞാൻ മാർക്കറ്റിൽ കൊണ്ടു ചെന്നപ്പോൾ അതിൻ്റെ ഡിമാൻഡും എത്ര ഉണ്ട്? 1000 കൊടയ്ക്കുള്ള ഡിമാൻഡുണ്ട് ഏട്ടാ. ഒന്നും കുറഞ്ഞില്ല, ഒന്നും കൂടിയിട്ടില്ല. ഇവിടെ നോക്കൂ മക്കളെ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് വാട്ട്? ക്വാണ്ടിറ്റി സപ്ലൈ. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? മാർക്കറ്റ് ഈക്വിലിബ്രിയം. ക്ലിയർ? അപ്പം ഇത് ഈക്വിലിബ്രിയം ആവുന്ന സ്ഥലത്ത് സാധനത്തിനൊരു വിലയുണ്ടാവും. ഇപ്പോൾ കൊടയാണെങ്കിൽ സപ്പോസ് 350 റുപ്പീസ് എടാ. ഈ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്ന സ്ഥലത്ത് ഒരു പ്രൈസ്, സാധനത്തിന് വിലയില്ലേ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇതാണ് എന്ത്? ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് 350 ആണ്. ആ പ്രൈസിൽ ഇതാണ് ഇപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് വരിക. ഈ ഈക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ എന്താണ്? ഈക്വൽ ആണ് കേട്ടോ. അതാണ് നമ്മുടെ എന്ത്?
ഈക്വിലിബ്രിയം. ഈ പ്രൈസിലെ ഇതിനെ വിളിക്കുന്ന പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ഈക്വിലിബ്രിയം പ്രൈസ്. അപ്പം നിങ്ങൾ നോക്കണം, ഈക്വിലിബ്രിയം പ്രൈസ് എപ്പോഴാണ് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ നോക്കാം. മക്കളെ ഈ ടേബിൾ നോക്കിയേ. ഈ ടേബിളിൽ നോക്ക, ഞാൻ പ്രൈസ് എന്തോ ഒരു സാധനം ആയിക്കോട്ടെ, അതിൻ്റെ വില 10 രൂപയാണ്. ആ സമയത്ത് ഡിമാൻഡ് 500 ഉണ്ട്, പക്ഷെ സപ്ലൈ എത്രയാ? 100 ഉള്ളൂ. 20 രൂപയായ സമയത്ത് ഡിമാൻഡ് കുറഞ്ഞു. സാധനത്തിന് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, സപ്ലൈ കൂടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ്. സാധനത്തിന്റെ വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. നോക്ക്, സാധനത്തിന്റെ വില കൂടുന്തോറും ഡിമാൻഡ് കുറഞ്ഞു 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 വന്നു. ഓക്കെ, പക്ഷേ സപ്ലൈ എന്ത് ചെയ്യും? കൂടണം. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യും? കൂടണം. ഞാൻ കൂട്ടി 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 കൊണ്ടുവന്നു. ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ എന്തുണ്ട്? ഈക്വൽ ആണ്. അതേതാണ് എന്ന് പറയാൻ കഴിയോ? ഈ ടേബിൾ പ്രകാരം ഓക്കെ, ഏതോ ഒരു സ്ഥലത്ത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. അതെവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് ആയി. ഈ ടേബിൾ കണ്ടാൽ എഴുതാൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നൊരു പോയിന്റ് ഉണ്ട്. ദാ ഇവിടെ കണ്ടോ, ഈ ഒരു സ്ഥലത്ത് ഡിമാൻഡും സപ്ലൈ എന്താണ്? ഈക്വൽ ആണ്. കണ്ടോ? വെരി ഗുഡ്. 300. ആ സമയത്തുള്ള വില എന്താണ്? 30. കണ്ടോ മക്കളെ? ഈ 30 ഈസ് നോൺ ആസ് വാട്ട്? ദിസ് 30 ഈസ് നോൺ ആസ് ഈക്വിലിബ്രിയം പ്രൈസ്. ഈ 30യെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ പ്രൈസ് അറ്റ് വിച്ച്, അവിടെ എഴുതാം കേട്ടോ. ദ പ്രൈസ് അറ്റ് വിച്ച് ഏതൊക്കെയാ ഈക്വൽ? പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? യെസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഈക്വിലിബ്രിയം പ്രൈസ്. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ. ക്ലിയർ? ഇനി ഈ ടേബിളിലേക്ക് നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കുന്ന സമയത്ത് സാധനത്തിന്റെ വില 10 രൂപയാണ്, ഡിമാൻഡ് 500 ഉണ്ട്, സപ്ലൈ 100 ഉള്ളൂ. അപ്പൊ ഏതാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്? ഡിമാൻഡാണ്. ഈ കേസിലും ഡിമാൻഡ് ആണ് മുന്നിൽ, സപ്ലൈ ഈസ് ഓൺലി 200. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ അല്ലേ? നോക്ക്, ഡിമാൻഡ് അല്ലേ ഗ്രേറ്റർ ദാൻ സപ്ലൈ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എക്സസ് ഡിമാൻഡ്. ഡിമാൻഡ് അല്ലേ കൂടുതൽ? ഈ രണ്ട് കേസിലും ഡിമാൻഡ് ഈസ് എക്സസ് ഡിമാൻഡ്. ക്രോണോസ് വണക്കം മോനെ, വണക്കം. ഞാൻ ഓൾറെഡി 2 minutes ലേറ്റ്. ക്രോണോസ് how many minutes? Nearly. Okay, 10 minutes late. ഇവിടെ എന്താ സിറ്റുവേഷൻ? ഇതാണ് മക്കളെ നമ്മുടെ ഏത് സ്റ്റേജ്? ഈക്വിലിബ്രിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. അവിടെ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? സപ്ലൈ ആണ് മുന്നിൽ നിൽക്കുന്നത്. കണ്ടാ? സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് വാട്ട്? അത് തന്നെ. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് വാട്ട്? excess supply. Very good. This is called what? Excess supply. അപ്പോൾ ഈ ടേബിളിന് നമുക്ക് എക്സസ് ഡിമാൻഡ്, ഈക്വിലിബ്രിയം, എക്സസ് സപ്ലൈ എല്ലാം കിട്ടും. ഇനിയാണ് പണി എന്ത്? നമ്മളിനി ഡയഗ്രാം വരയ്ക്കുകയാണ് കേട്ടോ. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാർക്കറ്റ് ഈക്വിലിബ്രിയം ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പം ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ്. ഓക്കെ, ലെറ്റ് മീ മാർക്ക്. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് വേണമെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് പ്രൈസ്. പ്രൈസ് എത്രയുണ്ട്? 10 ഉണ്ട്, 20, അയ്യോ എഴുതുന്നില്ല, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്. ഓക്കെ, ദെൻ കംസ് 50 ഉണ്ട്. ഇവിടെ ഹയസ്റ്റ് വാല്യൂ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ കൊടുത്തിരിക്കുന്നത് എത്രയാ? 500. അപ്പൊ ഞാൻ ഇവിടെ 100, 200, 300, 400 ഈക്വൽ ഡിസ്റ്റൻസിൽ നിങ്ങൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. 500. ഇനി ഞാൻ ആദ്യം ഇതിൽ ഡിമാൻഡ് വരയ്ക്കും, പിന്നെ സപ്ലൈ വരയ്ക്കും. ആദ്യം ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് കേർവാ. ഈ കേർവാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് 10 ആവുമ്പോൾ ഡിമാൻഡ് ഈസ് 10 അല്ല, ഡിമാൻഡ് ഈസ് 500. അപ്പൊ ഞാൻ കയറി ഇവിടെ പോയി. കണ്ടോ? 20 രൂപയുള്ള സമയത്ത് ഡിമാൻഡ് ഈസ് 400. അപ്പൊ 20 എന്ന് പറയുമ്പോൾ ഞാൻ കയറി 400.
30 രൂപയാവുന്ന സമയത്ത് എത്രയാണ് 300. അപ്പൊ ഞാൻ കയറി 300. മറ്റേ എത്രയാണ് 200. then comes 100. മക്കളെ ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് മൈ ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ സപ്ലൈ കർവ് വരയ്ക്കണം. ഇനി ഇതാണ് വരയ്ക്കാൻ പോകുന്നത് സപ്ലൈ കർവ്. 10 രൂപയുള്ള സമയത്ത് സപ്ലൈ ഈസ് 100. അപ്പൊ ഇവിടെ കണ്ടോ. ഇനി 20 രൂപയുള്ള സമയത്ത് വാട്ട് ഈസ് മൈ സപ്ലൈ? 200. 20, 200, 3, 300, 4, 400, 5, അയ്യോ 50, 5 അല്ല 50 എത്രയാണ്? 500. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ എന്ത് സപ്ലൈ കർവ്. ക്ലിയർ ആയോ? സ്കെയിൽ വെച്ച് വരയ്ക്കണം. അയ്യോ അല്ല, ഈ കർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്കെയിൽ വെക്കണ്ട, കൈ വെക്കണം. പക്ഷെ പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ സ്കെയിലിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ചെയ്യണം കേട്ടോ. ഓക്കെ, നൗ കംസ് ഇതിൽ രണ്ടും ഈക്വിലിബ്രിയത്തിൽ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. ആ സ്ഥലത്ത് നോക്ക് മക്കളെ, വാട്ട് ഇസ് ഇതല്ലേ പ്രൈസ്? പ്രൈസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 ആണ്. ഇത് നോക്കിയേ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എത്രയാണ്? 300 ആണ്. ഈ ഒരു പൊസിഷനാണ് മക്കളെ എന്ത്? ഈക്വിലിബ്രിയം. ക്ലിയർ ആയോ? ഇതാണ്. ഇത് ചിലപ്പം ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്തു വെക്കേണ്ടത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം മക്കളെ. ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇവിടെ ഡിമാൻഡ് ഇവിടെ വരെയുള്ളൂ, സപ്ലൈ ഇവിടെ വരെ ഉണ്ട്. അപ്പൊ ഈ പൊസിഷനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സസ് സപ്ലൈ. കണ്ടോ, സപ്ലൈ കർവ് അല്ലേ മുകളിൽ കിടക്കുന്നേ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള സിറ്റുവേഷൻ ഒക്കെ എക്സസ് സപ്ലൈ ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരാ? സപ്ലൈ ഇവിടെ വരെയുള്ളൂ, ഡിമാൻഡ് ഇവിടെ വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് വിളിക്കും? എക്സസ് ഡിമാൻഡ്. കണ്ടോ, ഇത് എക്സസ് ഡിമാൻഡ് സിറ്റുവേഷൻ, ദിസ് ഇസ് എക്സസ് സപ്ലൈ സിറ്റുവേഷൻ. എന്താണ് മിസ്? എന്താണ് ജ്യോതി? ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ ഇതാണ് വരച്ച് വെക്കേണ്ടത്. ടേബിള് കഴിയുമെങ്കിൽ ചെയ്യുക. ഇതിൽ ഞാൻ ഇനി ഇമാജിനറി വാല്യൂസ് എടുത്തത്. നിങ്ങൾ ഇത് ചിന്തിച്ചാൽ മതി. പ്രൈസ് കൂടുന്തോറും നിങ്ങൾ ഡിമാൻഡ് കുറയ്ക്കണം, സപ്ലൈ കൂട്ടണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുത്ത് ചെയ്യാം. എങ്ങനെ? പക്ഷെ ആ റിലേഷൻഷിപ്പ് അതുപോലെ ഉണ്ടാവണം. ഏതാ ആ റിലേഷൻഷിപ്പ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണം, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യണം? കൂടണം. അത് ഏത് റിലേഷൻ? ഇനിയിപ്പോൾ പ്രൈസ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം പ്രൈസ് കുറയുമ്പം സപ്ലൈ എന്ത് ചെയ്യും? സപ്ലൈ എന്ത് ചെയ്യും? കുറയണം. കണ്ടോ, ഈ റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയാൽ മതി. ഞാൻ ജ്വാല, ഐ നോ ക്രോണോസ്. അയ്യോ, ക്രോണോസ് +2 കഴിഞ്ഞോ? ഇപ്പം എന്ത് ചെയ്യാ? എനിക്ക് ക്രോണോസ് കഴിഞ്ഞോ? അല്ല, ഞാൻ വിചാരിച്ചു മറന്നുപോയി ക്രോണോസ്. ഓക്കെ, ജ്വാല ബാച്ച് സ്റ്റുഡൻസ് അത് എന്നെ കാണാൻ വന്നതായിരിക്കും. ക്രോണോസ് എന്ത് ചെയ്യുന്നു ഇപ്പം? എക്കണോമിക്സിന് മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? BCA. കമ്പ്യൂട്ടർ. എവിടെ? ക്രോണോസ് സ്ഥിരമായിട്ട് എക്സാം വിന്നറിന്റെ ക്ലാസ് കേട്ട ഒരു കൊച്ചായിരുന്നു. ഐ നോ. ഓക്കെ, അതല്ലേ എപ്പോഴും ഞാൻ മോർണിംഗ് ബൂസ്റ്റേഴ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് 5 മണിയൊക്കെ തുടങ്ങുമ്പോൾ ക്രോണോസ് വരുമായിരുന്നു. അയ്യോ, എങ്ങനെ മറക്കും? യുവർ നെയിം ഈസ് വെരി ഫേമസ്. ഓക്കെ, കോയമ്പത്തൂരാണോ? ഓക്കെ. അത് ശരി മോനെ, +2 കഴിഞ്ഞ് മടുത്തില്ലേ? ഇനി നമ്മൾ BCA കാരനാ. ഓക്കെ, വെരി ഹാപ്പി. ഓക്കെ, ക്രോണോസ്. സോ ദിസ് ഈസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. ഒക്കെ ഓർമ്മയുണ്ട് മോനെ. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക? രത്തിനാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഓക്കെ, സുഖമാണ് മോന് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുക കേട്ടാ. ഓക്കെ, പഠിച്ച് നല്ല മിടുക്കനാവൂ. എന്തായാലും ഓർമ്മയില്ല, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഓൺലൈനിൽ കൂടെ കണ്ട പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നോക്കട്ടെ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരുണ്ട് ക്രോണോസ്. ഇവരെല്ലാം നമുക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ അതുൽ കുട്ടനുണ്ട്, നമ്മുടെ നന്ദനക്കുട്ടി ഉണ്ട്, ഗീതിക ഉണ്ട്. എനിക്കും അറിയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗ്രാം കേട്ടോ. മാർക്കറ്റ് ഈക്വിലിബ്രിയം ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇനി ഇത് കഴിഞ്ഞേ
ഇനി നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഇതും പരീക്ഷയ്ക്ക് 2-3 മാർക്കിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്, ടഫ് ഒന്നുമല്ല കുഞ്ഞുങ്ങളെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടാവും. എന്ത്? ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്നിട്ട് ഇവർ തരും, ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ 30 - 2p, സപ്ലൈ ഫംഗ്ഷൻ ആണ് 10 + 2p. ഓക്കെ, ആ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈക്വിലിബ്രിയം പ്രൈസ് കാണണം, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ കാണണം. ഇത്രയേ ഉള്ളൂ. ഈ സംഭവം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. മക്കളെ, നമുക്കറിയാം ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ അല്ലേ? ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം. അപ്പോൾ തലയിൽ ഓടണം കേട്ടോ. ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും എന്താവുന്നതാണ്? ഈക്വൽ ആവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ തന്നിരിക്കുന്ന വാല്യൂസ് ഇവിടെ എഴുതുക. ക്വാണ്ടിറ്റി ഇത് ഡിമാൻഡാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ താഴെ എഴുതുക 30 - 2p. ഓക്കെ, ഈ ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, തെറ്റിപ്പോവരുത്. നമ്മുടെ ഇക്വേഷൻ ഉള്ളതാണ്. ക്വാണ്ടിറ്റി സപ്ലൈയുടെ വാല്യൂ എഴുതുക. എത്രയാ? 10 + 2p. ഇങ്ങനെ അങ്ങോട്ട് എഴുതി. ഇനി ആദ്യം തെറ്റിപ്പോവരുത്. പലപ്പോഴും പിള്ളേർ എവിടെയാ മിസ്റ്റേക്ക് ഇതിൽ? A+ ഉണ്ടോ ക്രോണോസ്? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ ഈക്വൽ ടു തെറ്റിപ്പോവരുത്. പിള്ളേരെ പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്നത് എന്താണെന്നറിയോ? ഈ ഈക്വൽ ടുവിന് പകരം ഇവർ പ്ലസ് എഴുതി പോകാറുണ്ട്. എന്താണ് അത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇത് അറിയുന്ന ഒരു കുട്ടി, അതായത് QD = QS എന്ന് അറിയുന്ന ഒരു കൊച്ച് ഒരിക്കലും ഇവിടെ പോയിട്ട് പ്ലസ് എഴുതൂല. പക്ഷെ ഇവിടെ പ്ലസ് എഴുതി ചെല്ലുമ്പോൾ ഇത് ശരിയാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് ഈക്വൽ ടു നമ്മുടെ QD = QS ആണ്. ഓക്കെ ഓക്കെ നൗ ഇനി ഞാൻ ആദ്യം ആ ഈക്വൽ ടു ഇടുക. കാരണം പ്ലസ് എഴുതി പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, മക്കളെ ആദ്യം നിങ്ങൾ ഈക്വൽ ടു ഇട്ട് വെക്കേ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇനി ഈ പീകളെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. എന്നിട്ട് സംഖ്യനൊക്കെ ഇങ്ങോട്ട് എടുക്കണം. ഇപ്പോൾ സപ്പോസ് സംഖ്യ ഇതിനകത്ത് വരുന്നത് 30, ഇക്വേഷൻ ഇപ്പുറത്തായതുകൊണ്ട് 30യുടെ സൈനിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ 10നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -10 ആവും. ഇവിടെ +10 അല്ലേ, അതിന് ഞാൻ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? -10. ഇനി ഈ 2p കണ്ടോ, ഇതാണ് 2p. ഈ 2pയുടെ സൈന് പ്ലസ് തന്നെയാണ്. അപ്പം ഞാൻ അതിന് മാറ്റമൊന്നും വേണ്ട, അത് ഇക്വേഷൻ അപ്പുറത്ത് കിടക്കുന്ന സാധനം തന്നെയല്ലേ. പക്ഷെ ഞാൻ ഈ -2pനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. മക്കളെ, ഈ 2p ആണ് മിസ് എഴുതിയത്, അത് ഇക്വേഷൻ അവിടെ ആയതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ സൈൻ. എനിക്ക് പേടി, കോമേഴ്സ് പിള്ളേരായതുകൊണ്ട് എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സയൻസ് എടുക്കാതെ കോമേഴ്സ് എടുത്തത് ഈ സൈനും മൈനസും പ്ലസ്സും കാണാൻ പഠിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴും സെയിം സാധനം വരുമ്പോൾ നിങ്ങൾ ആകെ ഡൗട്ടായി പോകും. അതുകൊണ്ട് ഈ ഒരു സാധനം മാത്രമേ ഇങ്ങനെ ചെയ്യണ്ടൂ. ഓക്കെ, ഈ -2pനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും മക്കളെ? +2p എന്നായി. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. 30 - 10 എത്രയാ? 20. ക്ലിയർ? 30 - 10 20. 2p + 2p എത്രയായി മക്കളെ? 4p. സോ p = എത്രയായി? p = 20 / 4. സോ p = എത്രയാ? 5. കണ്ട? ദിസ് ഈസ് അവർ ഈക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം എന്ത്? പ്രൈസ്. EQM. ഓക്കെ, ഈക്വിലിബ്രിയം പ്രൈസ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. സാധാരണ ഇതുവരെ ചോദിച്ചതിൽ നമുക്കിപ്പോൾ പ്രൈസ് 5 രൂപ എന്നാ. ഇപ്പം അല്ലാതെ 5.25 പൈസ, അല്ല 5 രൂപ 25 പൈസ, 5 രൂപ 50 പൈസ അങ്ങനെയൊന്നും കിട്ടാറില്ല സാധാരണ. ഇവിടെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു വാല്യൂ, പ്രോപ്പർ വാല്യൂ നമുക്ക് ശരിക്കും കിട്ടാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ചെയ്തു കൂട്ടിയാൽ എന്തോ ഒരു മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് കിട്ടി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്തു. കണ്ടോ? ഈക്വിലിബ്രിയം പ്രൈസ് സോൾവ് ചെയ്തു. ദാറ്റ് ഈസ് 5. ആൻസർ 20. അത് കിട്ടും കേട്ടാ. സജിഷ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം സോൾവ് ചെയ്യണം മക്കളെ. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ എന്താവണം? അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഈ ഈക്വിലിബ്രിയം പ്രൈസ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ തീരുമാനിക്കാവുന്ന സംഭവമേ ഉള്ളൂ. അത് പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ഇനി നമ്മൾ ഈ ഡിമാൻഡിൽ ഇവിടെ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഡിമാൻഡ് = 30 - 2 × 5. കണ്ടോ? ഓക്കെ, 30 - 2 × 5, 30 - 10 അപ്പോൾ എത്രയാ?
20. അപ്പോൾ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി എത്രയാണ്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കിട്ടി? 20. സപ്ലൈയും അത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? തെറ്റാണ്. നമുക്കറിയാം ഈക്വിലിബ്രിയം പ്രൈസിൽ ഡിമാൻഡും സപ്ലൈയും എന്താണ്? സെയിം ആയിരിക്കണം. നമുക്കറിയാലോ. അല്ലാതെ ഡിമാൻഡിന് ഒരു വാല്യൂയും സപ്ലൈക്ക് ഒരു വാല്യൂയും നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ അപ്പോൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഇവിടെ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇനി സപ്ലൈ ഞാനിവിടെ ആഡ് ചെയ്യാണ്. ക്വാണ്ടിറ്റി സപ്ലൈ, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി സപ്ലൈ 10 + 2 × 5, അതായത് പ്രൈസിന്റെ വാല്യൂ ഞാൻ അവിടെ ആഡ് ചെയ്തു, അത്രേ ചെയ്യുന്നുള്ളൂ. സോ S = 20. മക്കളെ നോക്ക്, ഡിമാൻഡും 20 കിട്ടി, സപ്ലൈയും 20 കിട്ടി. അപ്പം നമുക്ക് കിട്ടിയ ഈ ഈക്വിലിബ്രിയം പ്രൈസ് എന്താണ്? ശരിയാണ്. ക്ലിയർ? നമുക്ക് കറക്റ്റ് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് ശരിയാണെന്ന് നമുക്ക് ഇങ്ങനെ സന്തോഷപരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുക. ഫൈൻഡ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഐ മീൻ ഈക്വിലിബ്രിയം പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ കാണുക. ഓക്കെ, ഇമ്മാനുവൽ മറന്നില്ല. നമ്മളെ മറന്നോന്നോ? ഇല്ല മോനെ. ഇമാനുവൽ ഇപ്പോഴല്ലേ ചോദിച്ചത് മിസ്സിനോട്, മിസ്സേ ഞങ്ങളെ മറന്നോന്ന്. ഇമാനുവൽ എന്ത് ചെയ്യുന്നു? ഇനിയിപ്പോൾ ഇമാനുവലും കഴിഞ്ഞ പോലെ തന്നെയല്ലേ, ബാച്ചല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇത് പലപ്പോഴും നമ്മുടെ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മറന്നു പോവരുത്. ഈ വേയിൽ ചെയ്യുക. ഇനി അടുത്തത്, ഓക്കെ, ഇനി നമ്മൾ ഡയഗ്രാം കൊണ്ടുള്ള ഒരു കളിയാട്ടോ. ഓക്കെ, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഈ മാർക്കറ്റ് ഈക്വിലിബ്രിയം. അതായത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിമാൻഡ് കർവിൽ മാറ്റം വരും, സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഈക്വിലിബ്രിയം ഒക്കെ മറിയും കേട്ടോ. ഈക്വിലിബ്രിയം പ്രൈസ് മാറും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി മാറും, സപ്ലൈ മാറും, എല്ലാം മാറും. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിൽ ഫുള്ള് നമ്മൾ എന്താണ്? ഡയഗ്രാംസ് ആണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരൊറ്റ ഡയഗ്രാം, 8 ഡയഗ്രാമാണ് മൊത്തം ഉള്ളത്. അതിൽ ആദ്യത്തെ ഡയഗ്രാം തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങൾക്ക് തന്നെ എഴുതാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബൈ ഹാർട്ട് പഠിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ഷിഫ്റ്റ് നോക്കിയിട്ടേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഡയഗ്രാം നമ്മളിത് പഠിക്കുന്ന സമയത്തായാലും ശരി, ജസ്റ്റ് ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ഇങ്ങനെ വരച്ച് നോക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു. എന്ത് ക്വസ്റ്റ്യൻ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. യു ലൈക്ക് ദാറ്റ്? ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയഗ്രാമും പ്രോബ്ലംസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എക്കണോമിക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഡയഗ്രത്തിലേക്ക് പോവാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ബിറ്റ്വീൻ യു ആസ്ക്. ഓക്കെ, ചോദിച്ചാൽ മതി, മിസ് പറഞ്ഞു തരും. പക്ഷെ ടൈപ്പ് ചെയ്യണം, മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് കയറുകയാണ്. നമ്മൾ ആദ്യത്തെ 2 കേസസ് എടുക്കുകയാണ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസ്, പിന്നെ അപ്പുറത്ത് തന്നെ ഞാൻ മിസ് വരച്ചു തരും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്ന കേസ്. നമുക്ക് ഇൻക്രീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഡിക്രീസ് പഠിക്കാൻ എളുപ്പമാണ്. ഇൻക്രീസ് അറിയുന്നവർക്ക് ഡിക്രീസ് അറിയാം, ഉറപ്പിച്ചോ. ബട്ട് ഐ ഡോണ്ട് നോ, ഡോണ്ട് വറി. ഓക്കെ, ഈ ഒരൊറ്റ ഡയഗ്രാം അതിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഇതിപ്പോൾ പിള്ളേർ 2 മിനിറ്റ് ശ്രദ്ധിച്ചിട്ട് പിന്നെ പോവും, പിന്നെ കണക്ഷൻ കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നോക്കുകയാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡ്രോ ഒറിജിനൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആദ്യം എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക. എല്ലാ ഡയഗ്രവും വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ ഞാൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്ക് ചെയ്യുന്നു, ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനൊരു ഒറിജിനൽ, ദിസ് ഇസ് മൈ ഡിമാൻഡ് കർവ്. മക്കളെ, ഇതെൻ്റെ ഡിമാൻഡ് കർവ്. ഞാൻ വാല്യൂസ് ഒന്നും നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇതേപോലെ ഇങ്ങനെ വരച്ച് പഠിച്ചാൽ മതി കേട്ടോ. അതിലർത്ഥമില്ല, വാല്യൂസ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, എസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്. മക്കളെ, ഇതാണ് ഈക്വിലിബ്രിയം പോയിന്റ്. ഈക്വിലിബ്രിയം പോയിന്റിൽ ഇതുവരെ പ്രൈസ്, ഇതാണ് ക്വാണ്ടിറ്റി. ഞാൻ ക്യൂ എന്ന് എഴുതുന്നു, ക്വാണ്ടിറ്റി. ഇനി നിങ്ങൾ മുകളിലേക്ക് നോക്കുക, ഡിമാൻഡ് ഇൻക്രീസസ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതറിയണം കേട്ടോ. ഇനിയിപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ അത് കിട്ടും. ഓക്കെ, ഈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റിലേക്കാണ് മക്കളെ പോകുന്നത്. ഞാനത് ഇങ്ങനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ദിസ് ഈസ് മൈ ന്യൂ ഡിമാൻഡ് കർവ്. ഓക്കെ, D'. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കുക, പുതിയ ഡിമാൻഡ് കർവ്
നമ്മുടെ സപ്ലൈ കർവ് മാറുന്നില്ല. ദാറ്റ് ഈസ് സെയിം ആസ് ബിഫോർ കേട്ടോ. സപ്ലൈ കർവ് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. വി ചേഞ്ച്ഡ് ഓൺലി ദ ഡിമാൻഡ്. ഓക്കെ, അപ്പം മക്കളെ ഇതാണ് പുതിയ ഈക്വിലിബ്രിയം അല്ലേ. പുതിയ ഡിമാൻഡ് കർവും നമ്മുടെ പഴയ സപ്ലൈ കർവും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെയല്ലേ. അവിടെ വെച്ചുകൊണ്ട് ദാ നോക്ക്, മൈ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, ദാ എന്ത് സംഭവിച്ചു? മൈ പ്രൈസ്, ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? കൂടി. കണ്ടോ, ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? കൂടി. വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി? അതും കൂടിയില്ലേ. അപ്പൊ ഇവിടെ എഴുതുക. എന്നിട്ട് ഇത് നോക്കി, ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? ഈക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ്ഡ് അല്ലേ. ഈക്വിലിബ്രിയം ആദ്യം ഇവിടെ വരെയായിരുന്നു, പക്ഷെ ഡിമാൻഡ് കൂടിയപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് കൂടി. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി? ഓക്കെ, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ, അതിനെന്ത് സംഭവിച്ചു? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. കണ്ടോ, ഇങ്ങോട്ട് കൂടിയില്ലേ. ഈ ഡയഗ്രാം വരച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് ബൈ ഹാർട്ട് പഠിച്ച് പോവരുത്. പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. ഇനി അപ്പം ഇത് ക്ലിയർ ആയവർക്ക് ഇനി അടുത്തോ മനസ്സിലാവും. നൗ സീ നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഡിക്രീസസ്. അപ്പം ഞാൻ പഴയ പോലെ തന്നെ ഇമ്പോസിഷൻ ആണ്. അതായത് ഞാനിവിടെ വൈ, ഇവിടെ എക്സ്, ഓക്കെ 0. ലെറ്റ് മീ ഡ്രോ ഡിമാൻഡ് കർവ്. ഇതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇതെൻ്റെ സപ്ലൈ കർവ്. ഓക്കെ, ഇത് ഈക്വിലിബ്രിയം. ഓക്കെ, ഈക്വിലിബ്രിയം. ഇവിടെ ഇതാണ് എൻ്റെ ഈക്വിലിബ്രിയം പ്രൈസ് ഉണ്ടായിരുന്നത്, ഇവിടെയാണ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിമാൻഡ് ഡിക്രീസസ്. അത് തന്നെ ഗീതിക, ഇത് മിസ് വരച്ച് നോക്കിയിട്ടാണ് ഈ ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നിങ്ങൾ ഇത് ഡിമാൻഡ് ഇൻക്രീസ്. അപ്പൊ ചിന്തിക്കുക, ഡിമാൻഡ് കർവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ സാധനം കിട്ടും. ഇനി ഡിമാൻഡ് ഡിക്രീസസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങോട്ട് പോകണം? ലെഫ്റ്റ് സൈഡിലേക്ക് താഴണം. നോക്കിയേ, ദിസ് ഈസ് മൈ ന്യൂ ഡിമാൻഡ് കർവ്. ഇപ്പൊ ഇതാണ് എൻ്റെ പുതിയ ഡിമാൻഡ് കർവ്. ഡി ഡാഷ് കണ്ടോ, ഡി ഡാഷ്. ഇനി മക്കൾ നോക്കുക, സപ്ലൈ കർവും ഡി ഡാഷ് പുതിയ ഡിമാൻഡ് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണോ? അല്ലേ, അതല്ലേ പുതിയ ഇന്റർസെക്ഷൻ പോയിന്റ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. എന്ത് സംഭവിച്ചു? ഈക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. സീ ദിസ്, എന്ത് സംഭവിച്ചു? അപ്പൊ നമ്മളിവിടെ എഴുതുക ഈക്വിലിബ്രിയം പ്രൈസ്. വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം പ്രൈസ്? ക്യാൻ എനിവൺ സേ? ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? ഡിക്രീസ്ഡ്. യെസ്, ഡിക്രീസ് ചെയ്തു. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ക്വാണ്ടിറ്റി സപ്ലൈക്ക് എന്ത് സംഭവിച്ചു? ദാറ്റ് ഈസ് ഓൾസോ ഡിക്രീസ്ഡ്. ഡിക്രീസ്ഡ്. കണ്ടോ, രണ്ടും കുറഞ്ഞു, പ്രൈസും കുറഞ്ഞു, സപ്ലൈ എന്ത് ചെയ്തു? സപ്ലൈ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇതാണ് ഡയഗ്രാം. ഇത് മനസ്സിലായോ? ഇനി അടുത്തൊക്കെ മനസ്സിലാവും, ഒരു സംശയമില്ല. ഇതെന്താ മനസ്സിലാക്കാനുള്ളത്? ഇത് എത്ര സിമ്പിളാ, ഇതൊന്നുമില്ല. ഡിക്രീസസ്. ഓക്കെ, ഇനി അടുത്ത രണ്ട് കേസ് എടുക്കുകയാണ്. ഇനി നമ്മൾ അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിമാൻഡ് ഡിക്രീസ് ചെയ്തതും കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതും സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നതും ആണ് കേട്ടോ. സെറ്റ്, അത് തന്നെ. അങ്ങനെയാണെങ്കിൽ അടുത്തതും കൂടെ നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ ആദ്യം സപ്ലൈ ഇൻക്രീസ് ചെയ്യണേ. ആദ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇമ്പോസിഷൻ ആണ്, എല്ലാത്തിലും നമ്മൾ ഇത് വരയ്ക്കണം. ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ക്വാണ്ടിറ്റി സപ്ലൈ, ഇവിടെ ഈക്വിലിബ്രിയം പ്രൈസ്. ഇത് എന്താണ്? ഡിമാൻഡ് കർവ്. ഓക്കെ, ഇതെന്താണ്? സപ്ലൈ കർവ്. ഇതെന്താണ്? ഈക്വിലിബ്രിയം. ദിസ് ഇസ് പി, ദിസ് ഇസ് ക്യൂ. ഇനിയാണ് കളി. ഇനി എന്താണ്? സപ്ലൈ ഇൻക്രീസസ്. യെസ്, സപ്ലൈ ആണ്. ഇനി ഡിമാൻഡിനെ പോയി തുടരുത്. ഡിമാൻഡ് കർവ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സപ്ലൈ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ മക്കൾ ചിന്തിക്കണം, സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? അത് തന്നെ സജിഷ, വെരി ഗുഡ്. സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. എസ് ഡാഷ് പുതിയ സപ്ലൈ കർവ് ആണ് കേട്ടോ. റൈറ്റ് വേർഡ്, വെരി ഗുഡ്. റൈറ്റിലേക്ക് താഴേക്ക് വരും. ഇനി മക്കൾ നോക്കുക, നമ്മുടെ പഴയ ഡിമാൻഡ് കർവും പുതിയ സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ? അല്ലേ? അതാണ്.
avade what happens to equilibrium price? What happens? Equilibrium price endu sambhovichu? Equilibrium price decreased. Makkale idalle sambhavam idu alle? What happens to equilibrium quantity demanded and quantity supply? Idinu endu sambhovichu? It is increased. Alle? Korayum. Price koranju പക്ഷെ ഇവിടെ കൂടിയില്ലേ? ക്ലിയർ? ഇവിടെ കൂടി കണ്ടാ? കുറയും കൂടി. Any doubt? Any doubt? Any doubt? Any doubt? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാവേ. നോക്കിക്കോ. ഓക്കെ. സപ്ലൈ. ഇനി അടുത്ത കേസ് സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നതാണേ. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന കഴിഞ്ഞു. ഇനി നമ്മൾ സപ്ലൈ ഡിക്രീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ. വീണ്ടും ഞാൻ പോവുകയാണ് ഇമ്പോസിഷൻ. ഓക്കെ. This is a y-axis. This is x-axis. This is 0. This is my demand curve. And this is my supply curve. And this is O, P, Q. Clear? ഇത് എല്ലാത്തിലും ഇങ്ങനെ വരച്ചിടണം കേട്ടോ. തുടക്കതാണ് എല്ലാത്തിൻ്റെയും. എന്നിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ. സപ്ലൈ ഡിക്രീസസ്. അപ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? അതാണ് നമ്മൾ അറിയേണ്ടത്. സപ്ലൈ ഡിക്രീസസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം മക്കളെ? ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യെങ്കിൽ ഡിക്രീസ് എന്ന് പറയുമ്പോൾ എന്താ? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. എസ് ഡാഷ് എസ് ഡാഷ് കണ്ടോ? സപ്ലൈ അങ്ങോട്ട് പോയി ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ സപ്ലൈ കേവും പഴയ ഡിമാൻഡ് കേവും കൂടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയല്ലേ? അല്ലേ? അവിടെ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം പ്രൈസ്? നോക്കൂ, ഈക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിച്ചു? ഈക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ്ഡ് അല്ലേ? ഇൻക്രീസ് ചെയ്തില്ലേ ഈക്വിലിബ്രിയം പ്രൈസ്? വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ? വാട്ട് ഹാപ്പൻസ്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ഡിക്രീസ്ഡ്. ക്ലിയർ? ഇത് മനസ്സിലായോ? സപ്ലൈ ഇൻക്രീസസ്, സപ്ലൈ ഡിക്രീസസ്. കഴിഞ്ഞു. കണ്ടോ? നിങ്ങളിങ്ങനെ ഓരോന്ന് വരച്ചു നോക്കിയാൽ മതി. നമ്മൾ ഈ ചേഞ്ച് ചെയ്ത കർവ്സ് ഇല്ലേ, സപ്ലൈ ഇൻക്രീസ്, സപ്ലൈ ഡിക്രീസ്, ഡിമാൻഡ് ഇൻക്രീസ്, ഡിമാൻഡ് ഡിക്രീസ് എന്ന് പറയില്ലേ, അതൊക്കെ ഡാഷ്ഡ് ലൈനിൽ വരച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പം 4 ഡയഗ്രാം കഴിഞ്ഞു. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അതുലിന് മനസ്സിലായി. അതുലിന് മാത്രമേ മനസ്സിലായുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ആണ്. സൈമൾട്ടേനിയസ് എന്ന് ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഒരു കേവ് അല്ലേ മക്കളെ ഷിഫ്റ്റ് ചെയ്തുള്ളൂ. ഐദർ ഡിമാൻഡ് കേവ് ഓർ സപ്ലൈ കേവ്, അത്രയല്ലേ ചെയ്തുള്ളൂ. ഇനി നമ്മൾ രണ്ടും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ സാധനമൊക്കെ എടുത്ത് അങ്ങോട്ട് പോക്കാം കേട്ടോ. അതുവരെ ഇവിടെ നിൽക്കുക. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ. ഇതിങ്ങനെ പഠിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. അല്ലാതെ ഇന്ന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, നാളെ പോയി ഡിക്രീസ് ചെയ്യുക, അതിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് സപ്ലൈ ഡിക്രീസ് ചെയ്യുക, അങ്ങനെ പഠിക്കരുത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ ചേഞ്ചസ് എല്ലാം നമ്മൾ ഒറ്റയടിക്കിരുന്ന് അങ്ങോട്ട് പഠിച്ചാൽ അത് ക്ലിയർ ആവും. അപ്പോൾ അതിന് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അതിന് അടുത്തത് നോക്കിയേ. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, സപ്ലൈ ഇൻക്രീസ് ചെയ്യുക. അടുത്തത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക, സപ്ലൈ ഉണ്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. കുറച്ച് വെള്ളം കുടിക്കാനായില്ല. ഇതും കൂടെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം. ഓക്കെ. നൗ ലിസൺ. നമ്മളിനി 2 കേവ് ഷിഫ്റ്റ് ചെയ്യാം. നോക്കിക്കേ. ക്ലിയർ ആണ്. നോക്കിക്കോ. വീണ്ടും ഞാൻ ഇമ്പോസിഷൻ. ഓക്കെ. ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് എക്സ് ആക്സിസ്. ഞാൻ ഡിമാൻഡ് കേവ്, ദിസ് ഇസ് മൈ ഡിമാൻഡ് കേവ്. അയ്യോ, demand curve, and this is my supply curve, this is my equilibrium OPOQ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് ശ്രദ്ധിക്കണം? ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങോട്ടല്ലേ മക്കളെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? My demand curve increase. So rightward shift. This is my new demand curve. D dash, D dash. This is my new demand curve. അതുപോലെ supply also increase. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഡിമാൻഡ് കൂട്ടി സപ്ലൈയും കൂട്ടണം. അപ്പോൾ സപ്ലൈ കർവ് ഇങ്ങോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ ഏത് അളവിലാണോ ഡിമാൻഡ് കൂട്ടിയത് അതുവരെ അതേ അളവിൽ ഞാൻ എന്ത് ചെയ്യണം? സപ്ലൈയും കൂട്ടണം. കണ്ടോ? ഡിമാൻഡ് കൂടി അതേ അളവിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം? സപ്ലൈയും കൂട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ ആകെ തെറ്റും. ഓക്കെ, ദിസ് ഈസ് മൈ സപ്ലൈ കർവ്.
Okay, this is my supply curve. നോക്കിക്കോ. Okay. ഇനി പറ ഇവിടെ എവിടെയാണ് രണ്ടും കൂടെ ഇപ്പൊ പുതിയ ഡിമാൻഡ് കർവും പുതിയ സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയല്ലേ? അവിടെയാണ്. ക്ലാസ് കഴിയാനായില്ല. ഇത് ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് തീർന്നാൽ നമുക്ക് പകുതി തീർന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ തീരും. അധികം ഒന്നും സമയം എടുക്കൂല. ഓക്കെ, now see, this is my new equilibrium point. അവിടെ what happens to equilibrium price? പറ, equilibrium price സെയിം തന്നെയല്ലേ? അല്ലേ? equilibrium price സെയിം അപ്പൊ എന്താ? equilibrium price സെയിം ആണ്. there is no change, same as before. But what happens to equilibrium quantity? Equilibrium quantity demandedum quantity supplyക്കും എന്ത് സംഭവിച്ചു? increased. ഇത് increase ചെയ്തു അല്ലേ? പക്ഷെ price remains what? same. there is no change അല്ലേ? now comes next one. ഇനി ഈ ഡയഗ്രം നോക്കാം. ഡിമാൻഡ് കുറച്ചു, സപ്ലൈയും കുറച്ചു. ഇവിടെ നമ്മൾ രണ്ടും കൂട്ടിയ കേസാ. ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു റെഡ്യൂസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നോക്കിക്കോളൂ, സിമ്പിൾ ആണ് മക്കളെ. ഒന്ന് പഠിച്ചാൽ, അതാണ് മിസ് പറഞ്ഞത്, ഒന്ന് പഠിച്ചാൽ ബാക്കി വേഗം കിട്ടും. ഓക്കെ, ഇതെൻ്റെ ഡിമാൻഡ്. ഓക്കെ, ഇതെൻ്റെ എന്താണ്? സപ്ലൈ കർവ്. ഓക്കെ, രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്തു. ഓക്കെ, O P Q. ഇനി ഞാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഡിമാൻഡ് കുറയ്ക്കണം അല്ലേ? ഡിമാൻഡ് കുറയ്ക്കാന്ന് പറയുമ്പോൾ ഡിമാൻഡ് താഴേക്കല്ലേ പോണ്ടേ? ഓക്കെ, ലെറ്റ് മീ റെഡ്യൂസ് മൈ ഡിമാൻഡ്. യെസ്, ഡി ഡാഷ്. ഓക്കെ, അടുത്ത എന്താണ്? സപ്ലൈയും കുറയ്ക്കണം. സപ്ലൈ കുറയ്ക്കാന്ന് പറയുമ്പോൾ സപ്ലൈക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ ഏത് അളവിലാണോ കുറച്ചത് അതേ അളവിൽ ഞാൻ സപ്ലൈ എന്ത് ചെയ്യണം? കുറയ്ക്കണം, അല്ലെങ്കിൽ തെറ്റും കേട്ടാ. അത്രയേ ഉള്ളൂ. നോക്കിക്കാം, ഞാൻ ചെയ്യണേ. See this is my new supply curve. S dash. ഇപ്പൊ മക്കളെ നോക്കേ, നമ്മുടെ പുതിയ ഡിമാൻഡ് കർവും പുതിയ സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അവിടെയാണ് അല്ലേ? അപ്പൊ അത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം പ്രൈസ്? ഈക്വിലിബ്രിയം പ്രൈസിന് മാറ്റണ്ടോ? നോ ചേഞ്ച്, സെയിം ആസ് ബിഫോർ. ഈക്വിലിബ്രിയം പ്രൈസ് സെയിമാ. പക്ഷേ എന്ത് സംഭവിക്കും? നമ്മുടെ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ എന്ത് സംഭവിച്ചു? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ക്വാണ്ടിറ്റി സപ്ലൈക്ക് എന്ത് സംഭവിച്ചു? ഇട്ട് ഡിക്രീസ്ഡ്. കണ്ടോ? അതെന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഇങ്ങോട്ടല്ലേ പോന്നേ? സോ ഇറ്റ് ഈസ് ഡിക്രീസ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ഡയഗ്രാം, 2 കഴിഞ്ഞു. ഡിക്രീസ്ഡ്. ഇനി 2 കൂടി ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോയ കേസാ. ഡിമാൻഡ് കൂടി, സപ്ലൈ കൂടി. ഇത് ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈ കുറഞ്ഞു. ഇനി നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. സാധനം തിരിക്കും. എങ്ങനെയാ തിരിക്കുക? ഡിമാൻഡ് കൂട്ടി, സപ്ലൈ കുറച്ചു. ഡിമാൻഡ് കുറച്ചു, സപ്ലൈ കൂട്ടി. ഓപ്പോസിറ്റ് എടുക്കുകയാണേ. നോക്കിക്കാം. ഇത് എൻ്റെ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രാം ഒക്കെ കഴിഞ്ഞു കേട്ടോ. വൈ എക്സ്, ഇത് എൻ്റെ ഡിമാൻഡ് കർവ്, ഇത് ഏതാണ്? സപ്ലൈ കർവ്. ഓക്കെ, ദിസ് ഈസ് ഈക്വിലിബ്രിയം. O P and Q. ദിസ് ഈസ് ഈക്വിലിബ്രിയം. ഓക്കെ, ഇനി ഡിമാൻഡ് കുറച്ചു എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കൂട്ടി എന്നല്ലേ? അപ്പൊ കൂട്ടി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. കണ്ടോ? ഡി ഡാഷ്. ഇത് നോക്കിയാൽ മതി. ഡിമാൻഡ് കൂട്ടി. സപ്ലൈ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സപ്ലൈ ഞാൻ കുറയ്ക്കണം. അപ്പൊ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ ഞാൻ ഏതളവിൽ കൂട്ടിയോ അതേ അളവിൽ ഞാൻ സപ്ലൈ എന്ത് ചെയ്യണം മക്കളെ? കുറയ്ക്കണം. ഞാൻ കുറച്ചു, കുറയ്ക്കുകയാണേ. ഓക്കെ, ദിസ് ഈസ് മൈ സപ്ലൈ. എസ് ഡാഷ്. ഇതിപ്പോ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ? അതല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഈക്വിലിബ്രിയം പ്രൈസ് കണ്ടോ? ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ്. അപ്പൊ നമുക്ക് എഴുതാം ഈക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ് ചെയ്തു അല്ലേ? ക്വാണ്ടിറ്റി സെയിം. വെരി ഗുഡ്. കണ്ടോ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ എന്താ മക്കളെ? സെയിം. അത് തന്നെ, സെയിം.
അങ്ങനെയാണെങ്കിൽ ഇതേപോലെ മറ്റത് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കിക്കോളൂ. കഴിയും കേട്ടോ, നോക്കിക്കോ. ഓക്കെ, ഈ 5ാമത്തെ ചാപ്റ്റർ നല്ല സുഖമുള്ളൊരു ചാപ്റ്ററാണ്, വെറും ഡയഗ്രാം കളിയാ. ഓക്കെ, ദിസ് ഈസ് ഡിമാൻഡ് കർവ് and this is supply curve. This is equilibrium. O P Q. ഇനി ഇത് നോക്കുക, ഡിമാൻഡ് എന്ത് ചെയ്തു? കൂട്ടി. അല്ല സോറി, ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ഡിമാൻഡ് കുറയാന്ന് പറയുമ്പോൾ ഞാൻ കർവ് ഇങ്ങോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുക, ഡിമാൻഡ് കുറയുക. ഓക്കെ, ഡി ഡാഷ് ഡിമാൻഡ് കുറഞ്ഞു. അതേപോലെ സപ്ലൈ എന്ത് ചെയ്യണം? കൂട്ടണം. സപ്ലൈ ലേറ്റ്. ഗുഡ് ഈവനിങ് ഇതാ, ഡോണ്ട് വറി. പക്ഷെ ഒരു മേജർ പോർഷൻ കഴിഞ്ഞു. ഓക്കെ, സപ്ലൈ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ ഞാൻ ഇവിടെ ഏത് അളവിൽ കുറച്ചോ അതേ അളവിൽ ഞാൻ എന്ത് ചെയ്യണം മക്കളെ? സപ്ലൈ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, ലെറ്റ് മീ റെഡ്യൂസ് സപ്ലൈ എസ് ഡാഷ്. ഇതാണ് പുതിയ ഈക്വിലിബ്രിയം അല്ലേ? പുതിയ ഡിമാൻഡ് കർവും പുതിയ സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. ഇവിടെ എന്ത് സംഭവിച്ചു? What happens to equilibrium price? Equilibrium price decreased. കണ്ടോ? equilibrium price എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. What happens to equilibrium quantity demanded and supply? It remains what? Same. See this? This quantity same. അപ്പോൾ നമ്മൾ 8 ഡയഗ്രാം കഴിഞ്ഞു. ഏതൊക്കെ 8 ഡയഗ്രാം ഓർമ്മയുണ്ടോ? ഇത് 1, അത് 2, ഇത് 3, 4, 5, 6, 7, 8 ഡയഗ്രാം കഴിഞ്ഞു. ഈ 8 ഡയഗ്രാം ഒന്നിച്ചിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോഴേ ഇത് കഴിയുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പടക്കെ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈമൾട്ടേനിയസ് ഷിഫ്റ്റും ഒക്കെ കഴിഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? വെൻ പ്രൈസ് ഇൻക്രീസസ് when demand increases, supply remains same, how it will affect equilibrium quantity എന്നൊക്കെ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ്, അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, സപ്ലൈ ഡിക്രീസ്, അപ്പോൾ സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യിച്ച ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണ് ഈക്വിലിബ്രിയം പ്രൈസിലൊക്കെ മാറ്റം വന്നതെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് വരച്ചു നോക്കി പഠിക്കണം കേട്ടോ. വരച്ചു നോക്കിയാൽ മാത്രമേ അത് എങ്ങനെ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും പ്രൈസിനെയും മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാണ് ഇതൊക്കെ വരച്ചു തന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിയുക. ഇനി അടുത്ത എന്താണെന്നറിയാം? ഇതൊക്കെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. മക്കളെ, ഇത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ ഉണ്ടാവും ഒരു ഫേം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ളതാണത് കേട്ടോ. ഇവിടെ ഫേം ക്യാൻ എൻറ്റർ ഓർ എക്സിറ്റ് ദ മാർക്കറ്റ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. ഏതൊരു ഫേമിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് കയറി ചെന്ന് പുതിയ സാധനം ഉണ്ടാക്കി വിൽക്കുകയെ അല്ലെങ്കിൽ ഉള്ളത് സ്ഥാപനം രാഷ്ട്രത്തിലാണെങ്കിൽ അടച്ചുപൂട്ടി പോരെ ഒക്കെ ചെയ്യാം. അതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കുറച്ച് ഫേംസ്, ദ നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ് അഡ്ജസ്റ്റ് അണ്ടിൽ ഇക്കണോമിക് പ്രോഫിറ്റ് ആർ 0. കണ്ടോ? അങ്ങനെയുള്ളൊരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു ഫേമിന് കുറേ ഫേം വന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് ഇക്കണോമിക് പ്രോഫിറ്റ് 0 ആവുന്നവരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അല്ല, അത് തന്നെ ഒരു ഫേമിനും ഒരിക്കലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടില്ല. അതാണ് സജിഷ. വെരി ഗുഡ്. അതായത് ഇത് ഷോർട്ട് റണ്ണിൽ നമുക്ക് കിട്ടും സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പക്ഷേ ഇപ്പോൾ സജിഷ ഒരു ബിസിനസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നു. സജിഷ കുറേ സാധനം എന്താ വിൽക്കുന്നത്? സജിഷയ്ക്ക് ഇഷ്ടമുള്ള സാധനം വിറ്റോളൂ. എന്താ വെക്കുന്നത്? ഓക്കെ, എന്താ വേണ്ട, വാട്ടർ ബോട്ടിലാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സജിഷ കുറേ വാട്ടർ ബോട്ടിൽ കൊണ്ട് മാർക്കറ്റിൽ അങ്ങോട്ടേക്ക് വിറ്റു. വേറെ ആരും ഇത് ഇങ്ങനത്തെ ടൈപ്പ് വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? സജിഷയ്ക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്നു. സജിഷയ്ക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാലോ, സജിഷയ്ക്ക് ഇങ്ങനെ ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കിയപ്പോൾ സജിഷയ്ക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ അത് നല്ലോണം സെയിൽ ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാനും എന്ത് ചെയ്യും? ഈ സജിഷ ഉണ്ടാക്കിയ അതേ സാധനം തന്നെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഞാനും ഉണ്ടാക്കും. ഞാനും ഇതുകൊണ്ട് മാർക്കറ്റിൽ വിൽക്കും. അപ്പം കുറച്ച് കസ്റ്റമേഴ്സ് എന്നിലേക്ക് വരും. അപ്പോൾ സജിഷയ്ക്ക് കിട്ടിയ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് താനെ കുറഞ്ഞ് താനെ വരും കേട്ടോ. അപ്പോൾ അത് നോർമൽ പ്രോഫിറ്റിൽ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും? മാറും. ക്ലിയർ? അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരിക്കലും ഒരു ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നുണ്ട്. പക്ഷെ ഷോർട്ട് റണ്ണിൽ, ലോങ് റണ്ണിൽ ദേ ഗെറ്റ് ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇവിടെ
പ്രൈസ് ഇങ്ങനെ ഒരു ഫേമില് സാധനത്തിന്റെ വില എന്ന് പറയുന്നത് മിനിമം AC ആയിരിക്കും. മക്കളെ ഇത് വൺ വേർഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇൻ എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ സാധനത്തിന്റെ വില എപ്പോഴും മിനിമം AC ആണ്. ശ്രദ്ധിച്ചോ, ആവറേജ് കോസ്റ്റിന് താഴെ മിനിമം ആവറേജ് കോസ്റ്റ് ആയിരിക്കും. നോക്കിയേ, നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ് ഈക്വിലിബ്രിയം. അപ്പോൾ ഒരു ഫേം ഒരു മാർക്കറ്റ് ഈക്വിലിബ്രിയത്തിൽ എത്തും. എല്ലാ മാർക്കറ്റിലും ഒരു ഈക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിൽ എത്ര ഫേംസ് ഉണ്ട്, 100 ഫേംസ് ആണോ 1000 ഫേംസ് ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. അതിനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫേംസ്. NO എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേംസ് ഇസ് ഈക്വൽ ടു QO, മാർക്കറ്റ് സപ്ലൈ ഡിവൈഡഡ് ബൈ സപ്ലൈ ഓഫ് എ ഫേം. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കറ്റ് സപ്ലൈ 50 ആണ്, ഡിവൈഡ് ബൈ സപ്ലൈ ഓഫ് എ ഫേം 10 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഫേംസ് എത്രയാണ്? 5 ഫേംസേ ഉണ്ടാവാറുള്ളൂ. ഇത് പറഞ്ഞു തന്നോന്നേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഏരിയയിൽ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെക്ഷനും തീരുക. ഇനി ലാസ്റ്റ് ഗീതിക പറഞ്ഞതുപോലെ വി ആർ ഗോയിങ് ടു പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് പ്യൂർലി ആൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് പാർട്ടാണ്. അതുകൊണ്ട് അത് പരീക്ഷയ്ക്ക് 4 മാർക്കിന് ഷുവറാണ്. 4ഓ 5ഓ അത് ഡിപ്പെൻസ്. ചില കൊല്ലങ്ങളിൽ 4-ന് കാണാം, ചിലപ്പോൾ 5-ന് കാണാം, പക്ഷെ ചില കൊല്ലങ്ങളിൽ 3 മാർക്കിനും കാണാം. എങ്ങനെ പോയാലും ഈ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും അവിടെ കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, പക്ഷെ എത്ര മാർക്കിന് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതാനുള്ള സാധനം നമ്മുടെ കയ്യിൽ വേണം. മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടൻറ്റ്. സാധനം കയ്യിൽ വേണം. ഓക്കെ, അപ്പം ഇനി എല്ലാവരും റെഡി അല്ലേ? പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ കഴിയണം. പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ. ആർ യു റെഡി? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഈക്വിലിബ്രിയം ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി. അത് തന്നെ. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിൽ വേണം. അങ്ങനെ വന്നാൽ മാത്രമേ അത് ചോദിക്കുമ്പോൾ എടുത്തിട്ട് പെരുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണെങ്കിൽ അതിൽ മിക്കവാറും കടന്നു കല്ലുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതായത് ഈ പ്രൈസ് സീലിംഗ് പ്രൈസ് ഫ്ലോർ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇട്ട് ചോദിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പം മിസ് പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ഇല്ലേ, മാർക്കറ്റ് ഈക്വിലിബ്രിയം ചോദിക്കുക, അങ്ങനത്തേലൊക്കെയാണ് കടന്നു പിടിക്കാറ് വരും. ഓക്കെ, സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടോ മാർക്കറ്റ് ഈക്വിലിബ്രിയം? ദിസ് ചാപ്റ്റർ ഈസ് സോ സിമ്പിൾ ഐ തിങ്ക്. ഓക്കെ, ആദ്യത്തേതാണ് പ്രൈസ് സീലിംഗ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ സീലിംഗ് ഫാൻ എവിടെയാ വെക്കുക? നിങ്ങളുടെ വീട്ടിലെ സീലിംഗ് ഫാനൊക്കെ നിലത്താണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? സീലിംഗ് ഫാൻ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്? ടോപ്പ് അല്ലേ? നമ്മുടെ ഇപ്പോൾ ആ ടോപ്പിലാണ് സീലിംഗ്. അത് ശ്രദ്ധിച്ചാൽ മതി. സീലിംഗ് ടോപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഇമ്പോസ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ആണ്. മുകളിൽ, അത് തന്നെ സീലിംഗ് മുകളിൽ. അങ്ങനെയാണെങ്കിൽ മുകളിൽ അപ്പർ, സാധനത്തിന്റെ വില കൂട്ടി, ടോപ്പ്. യെസ്, അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. മക്കളെ, ഈ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും ആരുടെ കയ്യിൽ കിടക്കുന്നത്? അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്, സാധാരണക്കാരുടെ കയ്യിലല്ല. അത് ആര് തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഗവൺമെന്റ് ഇമ്പോസ്ഡ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. ഒരു സാധനത്തിന്റെ വില ഏറ്റവും മാക്സിമത്തിൽ ഫിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈസ് സീലിംഗ് കേട്ടോ. പക്ഷേ പ്രൈസ് സീലിംഗ് അപ്പർ ലിമിറ്റ് ആയിരിക്കാം, പക്ഷേ ഇത് ഫിക്സ് ചെയ്യുന്നത് ബിലോ ദ മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസ് ആണ്. അത് മിസ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നികിത ഫുള്ള് മാർക്ക് വേണോ? സോ കോപ്പറേറ്റ് വിത്ത് us. ഓക്കെ, അപ്പം കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. നോ, ഡോണ്ട് വറി. ഓക്കെ, ഇനി നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബാച്ചിനാണ് മക്കളെ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ പഠിച്ചോ. നമ്മൾ ബാച്ചിൽ നമ്മൾ കറക്റ്റ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടവിട്ടെല്ലാം നമ്മൾ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ബാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പബ്ലിക് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു ലിമിറ്റ്. ഓക്കെ, ഓക്കെ.
നോക്കിയോ. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ആണ്, മാക്സിമം പ്രൈസ് ഫിക്സേഷൻ ആണ് കേട്ടോ. പക്ഷെ ഇത് ഫിക്സ് ചെയ്യുന്ന എവിടെയാണ്? ബിലോ ദ മാർക്കറ്റ് പ്രൈസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അരിയുടെ വില 100 രൂപയാണ് ഒരു കിലോയ്ക്ക് എന്ന് വിചാരിക്കും നിങ്ങൾ. ഒരു 100 രൂപയാണ് ഒരു കിലോ അരിയുടെ വിലയെങ്കിൽ, ഓക്കെ മിസ് +1 എനിക്ക് 80-ൽ 67 ഉള്ളൂ. ഓക്കെ, അടുത്ത കൊല്ലം 90 പിടിക്കൂ കേട്ടോ, 90, 100 പിടിക്കൂ, അപ്പോൾ കിട്ടുമല്ലോ. ഓക്കെ, പ്രൈസ് സീലിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ പഠിക്കും. നമ്മൾ ആദ്യം ഈ കഥയൊന്ന് മിസ് പറഞ്ഞോട്ടെ. അതായത് 1 കിലോ അരിയുടെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആണ്. ഓക്കെ, എത്രയാണ്? 1 kg റൈസിൻ്റെ വിലയാണ് ഈ പറഞ്ഞത്. സാധാരണക്കാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. 100 രൂപ 1 കിലോ അരിക്ക്, കഷ്ടപ്പാട് തന്നെ. അപ്പം ഗവൺമെൻറ്റിന് തോന്നും, അയ്യോ ഈ 100 രൂപ മാർക്കറ്റിലെ വിലയാണ് കേട്ടോ, അരിയുടെ വില 100 രൂപയാണ് 1 കിലോയ്ക്ക്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് പറയും, പേടിക്കണ്ട, 100 രൂപ കൊടുക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യും? റേഷൻ കടകളിലും നീതിന്യായ സ്റ്റോറുകളിലും മാവേലി സ്റ്റോറും വഴി ഞങ്ങൾ എന്തിന് തരാം? 50 രൂപയ്ക്ക് തരാം. എന്ത്? 1 കിലോ അരി കേട്ടോ. 1 kg റൈസ് ഞാൻ എത്ര രൂപയ്ക്ക് തരാം? 50 രൂപയ്ക്ക് തരാം എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ 100 രൂപയുടെ താഴെയല്ലേ 50 വരുന്നത്? അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ബിലോ മാർക്കറ്റ്. നോക്കിക്കോ. ഇനിയിപ്പോൾ ഇത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിസ് വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ആ എക്സാമ്പിൾ മനസ്സിൽ വേണം കേട്ടോ. ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്യും, ഇവിടെ ക്വാണ്ടിറ്റി, സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാർക്ക് ചെയ്യും കേട്ടോ. നോക്കിക്കോളൂ, ഇത് എൻ്റെ ഡിമാൻഡ് കർവ്, ഇത് എൻ്റെ എന്താണ്? സപ്ലൈ കർവ്. ഇതാണ് നമ്മുടെ 100 രൂപ. 100 രൂപയ്ക്ക് 1 കിലോ അരിയല്ലേ? 1 കിലോ അരിയുടെ വില എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഇപ്പം എന്താ പറയുന്നത്? 100 രൂപ വേണ്ടടോ, നിങ്ങൾ എത്ര കൊടുത്താൽ മതി? 50 തന്നാൽ മതിയടോ എന്ന് പറയും. 50 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പം ബിലോ ദ മാർക്കറ്റ് പ്രൈസ്, ബിലോ ദ ഈക്വിലിബ്രിയം അല്ലേ വന്നത്? അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തത് ബിലോ മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് കണ്ടോ. ബിലോ മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ എന്ത് വരും? എക്സസ് ഡിമാൻഡ് കണ്ടോ. ഈ ഒരു പോർഷനിൽ എന്ത് വരും? എക്സസ് ഡിമാൻഡ്. ഇപ്പോൾ 50 രൂപയ്ക്ക്, അയ്യോ മാർക്കറ്റിൽ 100 രൂപയാണ്, നമ്മുടെ റേഷൻ കടയിൽ 50 രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? റേഷൻ കടയുടെ മുന്നിൽ ഒരു ലോങ് ക്യൂ യു ക്യാൻ സീ. എല്ലാവരും പോയി റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നത് കാണാം. നോക്കിയോളൂ, നോക്കിക്കോ. ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് സീലിംഗ് അല്ല, ഒരു മിനിറ്റ്, അതിന് മുന്നേ ഇറ്റ് ഈസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ്. ഈ പ്രൈസ് സീലിംഗ് മെയിനായിട്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഗവൺമെൻറ് എടുക്കുന്നത്? ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സിനെ കേട്ടോ. ഉപഭോക്താക്കളെ ഉണരൂ, ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിനായിട്ട് റൈസ്, ഷുഗർ, മണ്ണെണ്ണ, വീറ്റ്, ഇങ്ങനെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളില്ലേ, അതിനാണ് നമ്മൾ ഈ പ്രൈസ് സീലിംഗ് കൊണ്ടുവരാറ്. ഓക്കെ, ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? മിസ് നേരത്തെ പറഞ്ഞു, ഇറ്റ് ക്രിയേറ്റ് വാട്ട്? എക്സസ് ഡിമാൻഡ്. അതായത് കുറഞ്ഞ വിലയല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ഡിമാൻഡ് എന്ത് ചെയ്യണം? കൂടും. മനസ്സിലായോ? ഇനി അപ്പോൾ പ്രൈസ് സീലിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ് ആണ്, ബിലോ മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ്, എക്സസ് ഡിമാൻഡ് ഉണ്ടാവും, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അയ്യോ അറിഞ്ഞിരിക്കൂലേ? കാരണം എന്താ അറിയോ? അടുത്ത ഞാൻ പ്രൈസ് ഫ്ലോർ കഴിഞ്ഞ് പിന്നെ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയണം കേട്ടോ. നൗ സി what are the various impact of price ceiling? Yes. ഇനി ഈ പ്രൈസ് സീലിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്നാൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവാറുള്ളത്? പ്രൈസ് സീലിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്നാൽ, ഒന്ന്, യു ക്യാൻ സീ ലോങ് ക്യൂസ് ഓഫ് കൺസ്യൂമേഴ്സ് ടു ബൈ ദ ഗുഡ്സ് ഫ്രം ദ റേഷൻ ഷോപ്പ്. കാരണം എന്താണ്? ലോ പ്രൈസ്. ഇവരവിടെ ലോ പ്രൈസിലല്ലേ കൊടുക്കുക. മാർക്കറ്റിൽ 100 രൂപയുണ്ട്, പക്ഷേ റേഷൻ കടയിൽ 50 രൂപയുള്ളൂ. സോ യു ക്യാൻ സീ ലോങ് ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ റേഷൻ ഷോപ്പിൽ കാണാം. അപ്പോൾ ഒരു ഇമ്പാക്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ? ലോങ് ക്യൂ ആണ് അവിടെ. രണ്ടാമത്തെ എന്താണ്? മാർക്കറ്റ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാ ബ്ലാക്ക് മാർക്കറ്റിംഗ് വരുന്നത്? എന്തുകൊണ്ടാ? ബിക്കോസ് എക്സസ് ഡിമാൻഡ്. കണ്ടോ, എക്സസ് ഡിമാൻഡ് വന്നു.
കാരണം സാധനത്തിന്റെ വില കുറഞ്ഞില്ലേ. അപ്പൊ എക്സസ് ഡിമാൻഡ് വരുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് മാർക്കറ്റിംഗ് വരും. ഗുഡ്സ് ആർ സോൾഡ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഗവൺമെന്റ് ഫിക്സ്ഡ് പ്രൈസ്. ഗവൺമെന്റ് ഫിക്സ് ചെയ്തത് 50 രൂപയാണ് 1 കിലോ അരിക്ക്, പക്ഷെ 70 രൂപയ്ക്കും തരാം, കാരണം റേഷൻ കടയിൽ ക്യൂ ആണ്. അപ്പൊ 70 രൂപ, 20 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ ബ്ലാക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയാണ് 2 എണ്ണം. ഇനി അടുത്തതാണ് മക്കളെ എന്ത്, പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗ് കഴിഞ്ഞു, ഇനിയാണ് ഇത് പ്രൈസ് ഫ്ലോർ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്, പ്രൈസ് ഫ്ലോർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം തറവിലയാണ് കേട്ടോ. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ലോവർ ലിമിറ്റ് ആണ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. ഇതും ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതാണ്, പക്ഷേ ഗവൺമെന്റ് ഇമ്പോസ് ലോവർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. ഒരു സാധനത്തിന് വില ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഇവിടെ എന്താ വരുന്നത്, എബവ് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസാ. മാർക്കറ്റിനേക്കാൾ ഈക്വിലിബ്രിയത്തിനേക്കാളും കൂടുതലാണ്. മറ്റേത് ബിലോ ആയിരുന്നു, പ്രൈസ് സീലിംഗ് ബിലോ ആയിരുന്നെങ്കിൽ പ്രൈസ് ഫ്ലോർ എബവ് ആണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം റബ്ബർ കർഷകർ, റബ്ബർ മാർക്കറ്റിൽ ഇവർ ഷീറ്റൊക്കെ ആക്കി ഇവർ മാർക്കറ്റിലെത്തി. മാർക്കറ്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ വില 50 ആണ്. 50 ഉള്ളൂ എന്ന് വിചാരിക്കാം, കിൻഡലിന് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ റബ്ബർ കർഷകർക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് പലവരും ഇത് ഇങ്ങനെ കർഷകരൊക്കെ തൂങ്ങി മരിക്കുന്നത്. കാരണം ഇവർ സാധനം എല്ലാം മാർക്കറ്റിലേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ വില എന്താണ്, മാർക്കറ്റിൽ കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പറയും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എത്രയ്ക്ക് എടുത്തോളാം, ഞങ്ങൾ 100 രൂപയ്ക്ക് എടുത്തോളാം എന്ന് ഗവൺമെന്റ് പറയും. എന്നിട്ട് 100 രൂപയ്ക്ക് ഇവരിൽ നിന്ന് ഗവൺമെന്റ് സംഭരിച്ചു വെക്കും. മനസ്സിലായോ? ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്നറിയോ മക്കളെ? ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാ. മറ്റേത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സ്. അല്ലെങ്കിൽ പാവങ്ങൾ ഒക്കെ തൂങ്ങി മരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പറയും പേടിക്കണ്ട, മാർക്കറ്റിലെ വിലയേക്കാളും കൂടുതൽ കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയും. ഇത് മെയിനായിട്ട് കോക്കനട്ട്, പെപ്പർ, റബ്ബർ, ക്യാഷ് ക്രോപ്പിന് ഉദ്ദേശിച്ചുകൊണ്ടാ. ഇത് മെയിനായിട്ട് ക്യാഷ് ക്രോപ്സാ. മറ്റേത് ഫുഡ് ക്രോപ്സ് ആയിരുന്നു, ഇത് ക്യാഷ് ക്രോപ്പ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡയഗ്രാം കാണിച്ചു തരാം, നോക്കിക്കോളൂ. നോക്കിയേ, ഇതിൻ്റെ ഡയഗ്രാം ആ എക്സാമ്പിൾ മനസ്സിലുണ്ടെങ്കിൽ എഴുതാൻ കഴിയും. ദിസ് ഈസ് ഡിമാൻഡ്, ഓക്കെ, ദിസ് ഈസ് സപ്ലൈ. ഇവിടെയാണ് ഈക്വിലിബ്രിയം പ്രൈസ് മാർക്ക് ചെയ്യും, ഇവിടെ ഡിമാൻഡും സപ്ലൈയും മാർക്ക് ചെയ്യും കേട്ടോ. ദിസ് ഈസ് ഈക്വിലിബ്രിയം O, P ആൻഡ് Q. ഇപ്പൊ എന്താണ് ഇത്, 50 രൂപയാണ്. ഓക്കെ, ഇത് 50 രൂപയാ. അപ്പൊ ഗവൺമെന്റ് പറയാണ് നഷ്ടമല്ലേ, അപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അപ്പൊ ഗവൺമെന്റ് ഏറ്റെടുക്കും. എത്ര രൂപയ്ക്കാണ് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുന്നത്? 100 രൂപയ്ക്കാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ നോക്ക്, ഈക്വിലിബ്രിയം പ്രൈസിനേക്കാളും മുകളിലായില്ലേ. പ്രൈസ് സീലിംഗ് താഴെയായിരുന്നു, പക്ഷേ പ്രൈസ് ഫ്ലോർ ഈക്വിലിബ്രിയം പ്രൈസിനേക്കാളും എന്താണ്, മുകളിൽ വെച്ച് ഫിക്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. എന്താ മക്കളെ? സപ്ലൈ അല്ലേ മുന്നിൽ കിടക്കുന്നേ. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, എക്സസ് സപ്ലൈ. കണ്ടോ, ഇത് എക്സസ് സപ്ലൈ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. നോക്കിയേ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് ലോവർ ലിമിറ്റ് ആണ്, എബവ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇത് മെയിൻ ആയിട്ട് ക്യാഷ് ക്രോപ്സിനാണ്, മെയിൻലി ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇത് ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും. മക്കളെ, വിത്ത് ഡയഗ്രാം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഡയഗ്രാം വരയ്ക്കാതെ ഇത് ചോദിക്കാറില്ല സാധാരണ. അതുകൊണ്ട് ഡയഗ്രാം വളരെ സിമ്പിൾ ഡയഗ്രാം ആയത് അല്ലേ. ഒന്ന് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. ഇനി പ്രൈസ് സീലിംഗിന്റെ ഇമ്പാക്ട് നമ്മൾ നേരത്തെ പഠിച്ചു. ലോങ് ക്യൂ, ബ്ലാക്ക് മാർക്കറ്റിംഗ്, എക്സസ് ഡിമാൻഡ്, 3 എണ്ണം ഇല്ലേ. അതുപോലെ പ്രൈസ് ഫ്ലോറിനും എന്തുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇമ്പാക്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, എക്സസ് സപ്ലൈ. കണ്ടോ, ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, എക്സസ് സപ്ലൈ. കൂടുതൽ സപ്ലൈ വരും. കാരണം സാധനം ഇപ്പൊ ഗവൺമെന്റ് 100 രൂപയ്ക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബ്ബർ കർഷകരൊക്കെ ഭയങ്കര ആവേശം അതുണ്ടാക്കാൻ. അപ്പൊ സപ്ലൈ എന്ത് ചെയ്യും, കൂടും. അതുപോലെ ഗവൺമെന്റ് ഗവൺമെന്റ് നിശ്ചയിച്ച വിലയ്ക്ക് എടുക്കല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ഗവൺമെന്റ് ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. സാധനങ്ങൾ സ്റ്റോർ ചെയ്യും കേട്ടോ. ഇത് മൈക്രോ എക്കണോമിക്സ് ആണേ മോനെ. ഓക്കെ, ഇത് ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ 2 എണ്ണം പഠിക്കുക. എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും, ബഫർ സ്റ്റോക്ക് എന്ത് ചെയ്യും, വരും. മനസ്സിലായോ? ഇനി നമ്മൾ രണ്ടും കൂടെ രണ്ടിൻ്റെയും എന്ത് ചെയ്യാണ്, ഡിഫറൻസ് പഠിക്കുകയാണ്. ദാ നോക്കിയേ, പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ. ഓക്കെ, പ്രൈസ് സീലിംഗ് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? മെയിൻലി ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ്
അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഫ്ലോർ മെയിൻലി പ്രൊട്ടക്ട് ഹൂം? പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാ. ഇത് ബിലോ മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണെങ്കിൽ പ്രൈസ് ഫ്ലോർ ഏതാണ്? എബവ് മാർക്കറ്റ് ഈക്വിലിബ്രിയം അല്ലേ? ഇത് എക്സസ് ഡിമാൻഡ് കൊണ്ടുവരും. കൂടുതൽ ഡിമാൻഡ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്? എക്സസ് സപ്ലൈ. ഇറ്റ് ക്രിയേറ്റ് എക്സസ് സപ്ലൈ. ഇനി പ്രൈസ് സീലിംഗിന്റെ രണ്ട് ഇതാണ് ഇമ്പാക്റ്റ്. റേഷനിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? റേഷൻ കടയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ചാക്ക് കണക്കിന് സാധനം റേഷൻ കടയിൽ നിന്നൊന്നും തരൂല, ലിമിറ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് ലോങ് ക്യൂ ഉണ്ട്, ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഒരാൾക്ക് 2 കിലോ അരി എന്ന രീതിയിലൊക്കെ അവർ ലിമിറ്റ് ചെയ്യും, റേഷനിങ് നടത്തും. അതേപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ് കേട്ടോ, ലോങ് ക്യൂ എന്നും എഴുതാം കേട്ടോ. ലോങ് ക്യൂ എന്ത് ചെയ്യാറുണ്ട്? ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ലോങ് ക്യൂ. ഇനി അടുത്തത് ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുക? ബഫർ സ്റ്റോക്ക് ആണ് വരിക. അതായത് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ സൂക്ഷിച്ചു വെക്കുന്നു. ഇതിലൊന്നും പെടാത്ത ഒരു ഫീച്ചർ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇതിലൊന്നും പെടാത്ത ഒരു ഡിഫറൻസ് ആർക്ക് പറയാൻ കഴിയും? ഇതുവരെ ശ്രദ്ധിച്ചവർക്ക് പറയാൻ കഴിയും. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ശ്രദ്ധിച്ചവർക്ക് പറയാൻ കഴിയും. ഇതിലൊന്നും പെടാത്ത, ഇത് ഡിഫറൻസാണ്, 4 ഡിഫറൻസ് മിസ് എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത ഒരു ഡിഫറൻസ് ആർക്ക് പറയാൻ കഴിയും? ഈ ക്ലാസ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ശ്രദ്ധിച്ചവർക്ക് ഒരു ഡിഫറൻസും കൂടെ കിട്ടും. ഏതാണ് ആ ഡിഫറൻസ്? എനി ഐഡിയ? എന്ത് ഐഡിയ അല്ലേ? ഇതന്നെ കിട്ടിയത് ഭാഗ്യ. ഇനിയിപ്പോൾ ബാക്കി 4 എണ്ണം ഉണ്ട്, ഇതന്നെ നമുക്ക് തലയിൽ പോകുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഇനി ഒന്നും കൂടെയാണോ ഇനി പഠിക്കേണ്ടത്? ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. ഏതാണ് ആ ഡിഫറൻസ് എന്ന് ഒന്ന് ആരെങ്കിലും പറയോ? ഏതാണത്? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോ ഐഡിയ? ഓ മൈ ഗാഡ്. എടോ എന്താണ് ഐഡിയ ഇല്ലാത്ത? ഐഡിയ വരണ്ടേ, കത്തണ്ടേ. അപ്പർ ലിമിറ്റ് അടാ. മാക്സിമം പ്രൈസ്. കറക്റ്റ്, അവിടെ ഒരാൾ പറഞ്ഞു. വെരി ഗുഡ്. അത് മാക്സിമം ആണ്, ഇത് അപ്പർ ലിമിറ്റ് ആണെങ്കിൽ ഇതെന്താണ്? ലോവർ ലിമിറ്റ് അല്ലടോ. അപ്പൊ ഒന്നിവിടെ എഴുതാം. എന്ത്? ഇതെന്താണ്? പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് ഇമ്പോസ്ഡ് ഓൺ ദ കമോഡിറ്റീസ്, അപ്പർ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് നോ മിസ്, സാരല്ല, ഇപ്പൊ കേട്ടപ്പോ നിങ്ങൾക്ക് ഓർമ്മ വരികയായിരിക്കും. ഇതെന്താണ്? ലോവർ ലിമിറ്റ്. ഇതിപ്പോ ക്ലിയർ ആയോ? ഒന്ന് മാക്സിമം, അപ്പർ ലിമിറ്റ്. ഞാൻ പറഞ്ഞു പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ ആണ്, പ്രൈസ് ഫ്ലോർ തറയാണ്, ലോവർ ആണെന്ന് പറഞ്ഞില്ലേ? അതൊരു ഡിഫറൻസ് അല്ലേ മക്കളെ? ഇത് ഇമ്പോർട്ടൻ്റാ. യെസ്, ഗെയിം ഇത് ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതിന് ഒരു എക്സ്പ്ലനേഷനും മക്കൾ കൊടുക്കാൻ നിൽക്കണ്ട. മിസ് തന്ന ഈ നോട്ട് കണ്ടില്ലേ? ബിലോ മാർക്കറ്റിംഗ്, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, റേഷനിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ബഫർ സ്റ്റോക്ക്, ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സ്, പ്രൊട്ടക്ട്, അങ്ങനെ എഴുതി പഠിച്ചാൽ മതി. വേറെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. നമ്മുടെ ആപ്ലിക്കേഷൻ ആണ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഭാഗം. കാരണം ഇത് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഒഴിവാക്കാറില്ല. പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോ. അവർ ചിലപ്പോൾ എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ ഡയഗ്രമാറ്റിക്കലി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോവരുത്. ഓക്കെ, പ്രൈസ് സീലിംഗിൻ്റെ ഡയഗ്രാം, പ്രൈസ് ഫ്ലോറിൻ്റെ ഡയഗ്രാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ബൈ ദെൻ. സീ യു. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. ബൈ.